ഈ കാണുന്ന എല്ലാ വ്യക്തികളും എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള ലാസ്റ്റ് മൂവ്മെന്റ് ഞാൻ നിൽക്കുന്നൊരവസ്ഥയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ, എൻ്റെ ഈ കുടിശ്ശിക ഒന്ന് തീർന്നു കിട്ടുവാൻ എന്നെ ഒന്ന് സഹായിക്കുക. എനിക്കിനി ആത്മഹത്യ അല്ലെങ്കിൽ ആ ജീവിതം തന്നെ മുട്ടിക്കഴിഞ്ഞു. വീട്ടിൽ കയറാനോ വീട്ടുകാരുമായിട്ട് മിണ്ടാനോ പറയാനോ ഒന്നും തന്നെ എനിക്ക് വയ്യാത്തൊരവസ്ഥയിലാണ്. ആഹാരമെന്നോ അല്ലെങ്കിൽ ഉറക്കമെന്നോ പറഞ്ഞൊരു സംഗതി എനിക്കറിയത്തില്ല ഇപ്പം വന്ന്. ആയതിനാൽ എല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് ഒന്ന് സഹായിക്കുക. ഏത് ബാങ്കിന്റെ ലോണുള്ളത്? കേരള ബാങ്കിന്റെയാണ്. കേരള ബാങ്ക് മല്ലപ്പള്ളി അല്ലേ? മല്ലപ്പള്ളി. അവര് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ ബാങ്കുകാർ? ഇതിപ്പോ ലാസ്റ്റ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാവകാശം അവർ തരുന്നുമില്ല. അതിന് ലാസ്റ്റ് വെള്ളിയാഴ്ച 10 മണി വരെയാണ് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് പൈസ അടയ്ക്കണം എന്നുള്ളതാണ്. ബാക്കി അവരെല്ലാം ജപ്തി ചെയ്യും. അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നടക്കുമോ നമുക്ക് നോക്കാം. ബാങ്കിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നമുക്കൊരു സഹായം ലഭിക്കുമോ നോക്കാം. ഹായ് ഗൈസ്, ഇന്നൊരു വ്യക്തിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. പയ്യമ്പള്ളി സജി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇദ്ദേഹം ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്ത് അതിപ്പോ അടയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ജപ്തിയുടെ പക്കത്ത് നിൽക്കുവാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഞാന് ഈ മോന്റെ കാര്യത്തിന് വേണ്ടി ലോൺ എടുത്തതാണ്. ഈ ലോൺ അടയ്ക്കാൻ വല്ലാതെ വന്ന സമയം ലോൺ അടച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇത് ഒന്ന് പൂർത്തീകരിക്കാൻ ഞാൻ കണ്ടെടുത്തുവന്ന് കടം മേടിച്ചു. പക്ഷെ അത് കൊടുക്കാനോ ഇത് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് എന്റെ വിരൽ 2 മുറിച്ചു കളഞ്ഞു. അതിന് ശേഷമാണ് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളുമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത് ആരോട് എനിക്ക് പറയാനോ എന്റെ അവസ്ഥ എനിക്ക് ആരോട് പറയാനും വയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ബാങ്കുകാർ കയറി ഇറങ്ങി എനിക്ക് 2 ദിവസത്തെ ടൈമാണ് ഉള്ളത്. വെള്ളിയാഴ്ച 10 മണിക്ക് മുമ്പായിട്ട് പൈസ അടയ്ക്കാം. ഇല്ലാത്ത പക്ഷെ അവർ ജപ്തി ചെയ്യും. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു സാഹചര്യം വന്നുപോയത്. എന്നാൽ ഈ കടപ്പാടം വിറ്റിട്ട് അതങ്ങ് അടച്ചു തീർക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ ആണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈവശം 2 പ്രോപ്പർട്ടികളുണ്ട്. ഒന്ന് ഇദ്ദേഹത്തിന്റെ മകന്റെ പേരിലുള്ള എത്ര സെന്റാണ്? 20 സെന്റ് സ്ഥലം. അതിനകത്ത് വീടുണ്ടോ? ഇല്ല, അതിനകത്ത് വീടില്ല. ഇദ്ദേഹം താമസിക്കുന്നത് ഒരു 3 മുറിയുടെ ഓടും ഷീറ്റും ഇട്ട ഒരു വീടും അതിനകത്ത് ഒരു 11 സെന്റ് സ്ഥലവും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വഴി, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാഞ്ഞിരത്തിങ്കൽ റോഡിലാണ്, നെല്ലിമൂട് കാഞ്ഞിരത്തിങ്കൽ റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത് ആരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ട് അതിനൊരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന പൈസ പുള്ളി ആ കുടിശ്ശിക വീട്ടി ബാക്കി എഴുതുമ്പോഴത്തേന് ഇത് തീർക്കാൻ ഉള്ള ഒരു സെറ്റപ്പുമായിട്ടാണ് പുള്ളി ഇപ്പൊ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും സഹായിക്കാൻ, ഈ വസ്തു വാങ്ങി സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും.